ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ കുസേന എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് കാണണ്ടേ? വരും. ഇപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ വെള്ളം ഉഴുന്ന്, ഒരു 2 ടീസ്പൂൺ കൊത്തമല്ലി, അതായത് വറമല്ലി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ വെന്തയും കൂടി ചേർത്തിട്ടാണ് വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ അല്ലി ചെറിയുള്ളി ഇത്രയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 12 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. എരിവ് ഇത് വറ്റൽമുളക് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായി അറിയില്ല, അപ്പോൾ ഞാനൊരു 12 എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ടിടണം. ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു പാത്രത്തേക്ക് കോരി മാറ്റിയിട്ട് അതേ സെയിം എണ്ണയിൽ നമുക്ക് തേങ്ങ വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. ഇത് തേങ്ങ നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ എല്ലാവരുടെയും ഒന്ന് മൊരിഞ്ഞ് കിട്ടും പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ആ വറ്റൽമുളക് മല്ലിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ ചീനിച്ചട്ടി തന്നെ നമുക്ക് ചെറിയുള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ചെറിയുള്ളിയും ഒരു 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഈ ഉള്ളിയുടെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കാരണം ഉള്ളി വഴറ്റിയിട്ട് സാമ്പാർ വയ്ക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ബ്രാഹ്മൺസ് സ്റ്റൈലിലാണ് ഈ ഉള്ളി സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാൻ തുടങ്ങാം. ഒരു മൺപാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു തിള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് എല്ലാവരുടെയും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു തിള വന്നാൽ മതി, കാരണം ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയതാണല്ലോ, ഒരു ഹാഫ് വെന്തതാണ്, പരിപ്പും വേവിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട്. ഇത് തിളച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഈ സമയത്ത് വെള്ളമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒഴിക്കണം. ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളിയാണ്. അതും പറഞ്ഞ് അത്രയും ഞാൻ ഒഴിച്ചിട്ടില്ല. ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള എടുത്താലും അതിൽ പകുതിയേ ഒഴിച്ചിട്ടുള്ളൂ, കാരണം 2 തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി സാമ്പാറിന് കൂടുതൽ പുളി പാടില്ല, ഒരു മീഡിയം സൈസിൽ നിൽക്കണം. അപ്പോൾ അതല്ലെങ്കിൽ കൂടുതൽ പുളിയായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ പുളിയൊക്കെ നോക്കിയിട്ട് ഒഴിക്കണം. വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് പുളി ഒഴിക്കുക. ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഒരു 2.5 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിത്തഴ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഉള്ളി സാമ്പാറിൽ കായ ഇടുന്നില്ല. ഈ കായ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. ഉള്ളി സാമ്പാറിൻ്റെ ആ ഉള്ളിയുടെ മണമായിരിക്കണം മുന്തി നിൽക്കേണ്ടത്, അപ്പോഴാണ് ഈ ഉള്ളി സാമ്പാറിന് ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉള്ളി സാമ്പാർ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ച് കൊട്ടാം. അതിലേക്ക് ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ച് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി രുചികരമായിട്ടുള്ള നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാറിലേക്ക് താളിച്ച് കൊട്ടാം.
അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉള്ളി സാമ്പാറിന്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും രുചികരമായിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായി ട്രൈ ചെയ്യണം. ഇത് ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത ഒത്തിരി ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.